സൽമാൻ റഷ്ദിയുടെ ദി സേറ്റാനിക് വേഴ്സസ് എന്ന നോവൽ നിരോധിക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. ജസ്റ്റിസ് സന്ദീപ് മെഹ്ത, ജസ്റ്റിസ് വിക്രംനാഥ് എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, നീണ്ട നാളത്തെ നിയമ നടപടിക്രമങ്ങൾക്കൊക്കെ ശേഷം കഴിഞ്ഞ വർഷമാണ് ഡൽഹി ഹൈക്കോടതി ഇതിന്റെ പുസ്തകമാകാം ഈ നിരോധനം പിൻവലിച്ചൊക്കെ കൊണ്ടുള്ള കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് ഇപ്പോൾ തള്ളിയിട്ടുള്ളത്, അല്ലേ? അനുജ, കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ഡൽഹി ഹൈക്കോടതി 1988 രാജീവ് ഗാന്ധി സർക്കാരാണ് ഈ സാത്താനിക് വേഴ്സസ് എന്ന സൽമാൻ റുഷ്ദിയുടെ നോവൽ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നിരോധനം ഏർപ്പെടുത്തിയത്. അന്ന് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ മതസ്പർദ്ധ വളർത്തുന്നതാണ് ഈ നോവലിലെ ഉള്ളടക്കമെന്ന് വാദിച്ചുകൊണ്ടായിരുന്നു അന്ന് ഈ നിരോധനം ഏർപ്പെടുത്തിയത്. അതിൻ്റെ നിയമ നടപടികൾ പിന്നീട് വർഷങ്ങൾ നീണ്ടുപോവുകയായിരുന്നു. അതാണ് കഴിഞ്ഞ വർഷം നവംബറിൽ ഡൽഹി ഹൈക്കോടതി തീർപ്പാക്കിയത്. ഈ നോവലിന്റെ നിരോധനം നീക്കിക്കൊണ്ടായിരുന്നു ഡൽഹി ഹൈക്കോടതി ഉത്തരവിറക്കിയത്. ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഒരു ഹർജി എത്തിയത്. ഈ നിരോധനം നീക്കിയ ഡൽഹി ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. പക്ഷേ ഈ സുപ്രീം കോടതി 2 അംഗ ബെഞ്ച് ഈ ഹർജിയെ അംഗീകരിച്ചില്ല, ഹർജി തള്ളുകയായിരുന്നു. കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റുകൾ ഹാജരാക്കിയില്ലെന്ന് പറഞ്ഞായിരുന്നു ഡൽഹി ഹൈക്കോടതി ഈ ഉത്തരവ്, ഈ നിരോധനം നീക്കിയത്. അത് തന്നെ സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. അതാണ് മുൻപ് ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ വർഷമാണ് 36 വർഷത്തിന് ശേഷം സേറ്റാനിക് വേഴ്സസ് ഇവിടെ വിൽക്കാം എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി അത് സുപ്രീം കോടതി തള്ളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.